ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി സ്വച്ഛമാം ജലവും നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി സ്വച്ഛമാം ജലവും നൽകി. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം: വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം തിരുവചനം. Romans chapter 13 verse 12. The night is far gone, the day is at hand. So then let's cast off the works of darkness and put on the armor of light. രാത്രി കഴിയുവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ആമേൻ. റോമാലേഖനം 13-ാം അധ്യായത്തിൽ 14 വാക്യങ്ങളാണ് ഉള്ളത്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അധികാരത്തെക്കുറിച്ചും 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചും 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്നു. ഇത് നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയമാണെന്നും രാത്രി കഴിയാറായി പ്രഭാതം അടുത്തിരിക്കുന്നു എന്നും അതിനാൽ പ്രഭാതത്തിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കുറിവാക്കി നമ്മൾ ഓൾറെഡി വായിച്ചു. റോമർ 13:12. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. എഫെസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത് എന്നും രാത്രിയാണ് എന്നും പറഞ്ഞ് ഇരിക്കരുത്. രാത്രികൾ കഴിയും, പ്രഭാതം പുലരും. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പ്രഭാതവും ഉണ്ട്.
23-ാം സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവുമുണ്ട്. എന്നാൽ കൂരിരുൾ താഴ്വരയിൽ കൂടി കടക്കേണ്ടതായി വരും എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ശത്രുക്കൾ കാണുകയും നിനക്ക് വിരുന്നൊരുക്കുകയും നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും നിന്റെ പാനപാത്രത്തെ നിറഞ്ഞു കവിയിച്ച് നന്മയും കരുണയും നൽകി കർത്താവിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിപ്പിക്കുവാൻ യോഗ്യത നൽകുന്ന കർത്താവ് ആയുഷ്കാലം മുഴുവൻ നിന്റെ കൂടെയുണ്ട് എന്ന സത്യം ഒരിക്കലും വിസ്മരിക്കരുത്, മറന്നുപോകരുത്. ഈ രാത്രി സമയം ഭയം നൽകുന്നതാണ്. കാരണം കാട്ടുമൃഗങ്ങൾ രാത്രിയാണ് സഞ്ചരിക്കുക. കാലങ്ങൾ മാറി, ഇപ്പോൾ പകലും സഞ്ചരിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് കേരളത്തിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാട്ടിൽ വസിക്കാനുള്ളവർ നാട്ടിൽ വസിക്കുന്നു, നാട്ടിൽ വസിക്കാനുള്ളവർ കാട്ടിൽ കയറി വസിക്കുമ്പോഴാണ് പ്രകൃതിയുടെ നിയമം ലംഘിക്കുന്നത്. 104-ാം സങ്കീർത്തനം 20-22 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാക്കുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങൾക്കൊയും സഞ്ചാരം തുടങ്ങുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. രാത്രിയിൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും സഞ്ചരിക്കുന്നു. രാത്രികാലം പാപങ്ങൾ വർദ്ധിക്കുന്നു. ഇത് അന്ത്യകാലമായതുകൊണ്ട് രാത്രിയിലുള്ള കള്ളന്മാരുടെ ശല്യവും പിടിച്ചുപറിക്കാരുടെ പകലുള്ള ശല്യവും അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ നാം കടന്നു പോവുകയാണ്. മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഭീകരമായ പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ വചനത്തോട് കൂറുപുലർത്തി ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവഹിതമെന്നത് തിരിച്ചറിഞ്ഞ ദൈവഭയത്തോട് ജീവിക്കേണ്ടത്, വെളിച്ചത്തിൻ്റെ സന്തതികളായി ജീവിക്കേണ്ടത് ദൈവമക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഇയ്യോബിന്റെ പുസ്തകം 24 അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വ്യഭിചാരിയുടെ കണ്ണ് അസ്തമയം കാത്തിരിക്കുന്നു, അവൻ മുഖം മറച്ചു നടന്നു, കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. തിന്മകൾ വർദ്ധിക്കുന്നത് രാത്രികാലങ്ങളിലാണ്. യാക്കോബ് ചതിക്കപ്പെട്ടത് രാത്രിയിലാണ്. ലാബാൻ മൂത്ത മകൾ റാഹേലിന് പകരം ചതിയിൽ രാത്രി യാക്കോബിന്റെ കിടപ്പുമുറിയിലേക്ക് അയച്ച് പറ്റിച്ചു. ലോത്തിനെ മക്കൾ രാത്രി വീഞ്ഞു കുടിപ്പിച്ച് മക്കളോടുകൂടെ ശയിപ്പിച്ചു. സാത്താനാകുന്ന കാട്ടുമൃഗത്തിന്റെ ആക്രമണങ്ങൾ അധികമായി ഉണ്ടാകുന്നത് രാത്രികാലങ്ങളിലാണ്. ജീവിതത്തിൽ കഷ്ടതയുടേതായ രാത്രികൾ വന്ന് ഭവിച്ചേക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകം 30, 16, 17 വാക്യത്തിൽ: ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു, കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു, രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു, എന്നെ കടിച്ചു കാറുന്നവർ ഉറങ്ങുന്നതുമില്ല. കഷ്ടതയുടേതായ ഒരു രാത്രി എന്നല്ല, രാത്രികൾ എന്നാണ് വചനം പറയുന്നത്. ഇയ്യോബിന് ദിവസങ്ങളോളം രാത്രിയുടേതായ അനുഭവങ്ങളുണ്ടായി. അസ്ഥികൾ ഡ്രിൽ വെച്ച് തുളക്കുന്ന പോലെയുള്ള വേദനയിലൂടെ ഇയ്യോബ് അപ്പച്ചൻ കടന്നുപോയി. ഇയ്യോബിന്റെ പുസ്തകം 5:14 പറയുന്നത്: പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ചസമയത്ത് അവർ രാത്രി എന്ന പോലെ തപ്പി നടക്കുന്നു. ജീവിതത്തിൽ ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അവിചാരിതമായി കാട്ടുമൃഗങ്ങളെപ്പോലെ വർദ്ധിക്കുന്ന മനുഷ്യരുടെ ആക്രമണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. കഷ്ടതയുടെയും രോഗത്തിൻ്റെയും വേദനകളുടെയും തിരസ്കരണത്തിൻ്റെയും രാത്രികൾ ജീവിതത്തിൽ വന്നു ചേരാം. സന്ധ്യയെങ്കിൽ കരച്ചിലുണ്ട്, എന്നാൽ ആനന്ദഘോഷമുള്ള ഒരു പകൽ നമ്മെ കാത്തു നിൽപ്പുണ്ട്. സംഖ്യാപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, 11:9. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യം: രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും. നാം കർത്താവിൻ്റെ പാളയത്തിനകത്താണോ അതോ പുറത്താണോ? നാം കർത്താവിൻ്റെ കൂടാരത്തിലാണോ വസിക്കുന്നത്? എങ്കിൽ രാത്രിയിലെ മഞ്ഞിനെ പേടിക്കേണ്ട. മഞ്ഞ് പെയ്യുമ്പോൾ കർത്താവിൻ്റെ മഞ്ഞയും പൊഴിയും. നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും മഞ്ഞ് പൊഴിയുമ്പോൾ മറക്കരുത്, തേജസ്സിൻ്റെ മഞ്ഞയും ദൈവം പൊഴിക്കും. ജീവിതത്തിൽ പല പ്രതികൂലങ്ങളാലും വലയുമ്പോൾ വേദനകളുടെ നടുവിൽ കർത്താവ് കൃപയുടെ മന്ന പൊഴിച്ചു തരും, ഒരു സംശയമില്ല. അതിനാൽ ചൂരച്ചെടിയുടെ തണലിൽ നിന്ന്
ദൂരയാത്രയ്ക്കായി പുറപ്പെട്ട് ഏലിയാവിനെ പോലെ ദൈവിക ശക്തിയാൽ ധൈര്യവും ബലവും പ്രാപിച്ച് മിസ്രൈമിൽ നിന്ന് കാനാനിലേക്ക് പുറപ്പെട്ട മോശയെപ്പോലെ, മുന്തിരിച്ചക്കിൽ നിന്നും ചാടി പുറപ്പെട്ട ഗിദെയോനെ പോലെ ധൈര്യത്തോടെ എഴുന്നേറ്റ് പ്രകാശിക്കാം. കാരണം നമ്മുടെ പാളയത്തിൽ കൃപയുടെ മന്ന പൊഴിച്ചു തരുന്ന ദൈവം എപ്പോഴും കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് ഈ രാത്രികൾ തീരും, പ്രഭാതം അരികിലുണ്ട്. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് തിരുമുഖം കണ്ടുണരുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശമാർഗെ, കരമാർഗെ, ജലമാർഗെ സഞ്ചരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്ക് പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മക്കളെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കണമേ. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് മക്കളെ മാനിക്കണമേ കർത്താവേ. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തിയുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രലോഭനങ്ങളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു മൃദുവായി കാതിൽ ചൊല്ലി. ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു മൃദുവായി കാതിൽ ചൊല്ലി. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ.